പരിശുദ്ധ സ്തുതി ആദ്യം മുതലൊന്നും ഒന്നെങ്കിൽ തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ ആലക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവ് സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭയാണോ? ബഹുമാനപ്പെട്ട പോൾ കൈപ്പറമ്പാടൻ അച്ഛന് മറുപടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ കേട്ടിരുന്നു. കത്തോലിക്ക സഭ കർത്താവ് സ്ഥാപിച്ച സഭയാണ്, വേറൊരു സഭയും കർത്താവ് സ്ഥാപിച്ചിട്ടില്ല, ഒരു സഭയും കർത്താവ് സ്ഥാപിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്. കത്തോലിക്ക സഭ കർത്താവ് സ്ഥാപിച്ച സഭയാണോ? അതിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നിയെങ്കിലും അദ്ദേഹം പറയുന്നത് ചരിത്രപരമായിട്ട് ഒരു സത്യവും ഞാൻ കണ്ടില്ല. പക്ഷേ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒരാൾ അതിന് മറുപടിയായിട്ട് ഇട്ടിരുന്നു. അതിൽ പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ വിചാരിക്കുകയാണ്. 1-2 പേരെന്നെ വിളിച്ചിട്ട് ഇതിനൊരു മറുപടി അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സഭയിലെ അഭിമന്യനായ യോഹാനോ മെലീദിയോസ് തിരുമേനി എന്നെ വിളിച്ചിട്ട് അച്ഛന് ഇതിന് മറുപടി കൊടുക്കണം. അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ? യാക്കോബായ സഭ ഉണ്ടായിട്ട് 400 കൊള്ളായിട്ടുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് കേട്ടുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിനൊരു മറുപടി ഇട്ടേക്കാവുന്ന അഭിനന്ദ തിരുമേനോട് പറയുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറയുന്നത്, പത്രോസ് നീ പാറയാവുന്ന ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞത് പത്രോസാകുന്ന പാറമേൽ സഭ പണിതു. അതിനൊന്നും എനിക്ക് വിരോധമില്ല. ആ സഭ കത്തോലിക്ക സഭ മാത്രമാണ്. കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചുള്ളൂ, അത് കത്തോലിക്ക സഭയാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. യാക്കോബായ സഭ അവിടെ ഉണ്ടായിട്ട് ഉദ്ദേശം 400 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം തന്നെ അദ്ദേഹം, എനിക്ക് തോന്നി അദ്ദേഹത്തിന് ചരിത്രപരമായിട്ട് ഒരു വിവരമില്ലെന്നു. AD 52 മാർത്തോമ ഇവിടെ വന്ന് സുവിശേഷം അറിയിച്ചു. അദ്ദേഹം ഇവിടെ ഒരു മെത്രാപ്പൊലീത്തൊന്നും വായിച്ചിട്ടില്ല. അദ്ദേഹത്തെ അനുകൂലിച്ച അദ്ദേഹത്തിൻ്റെ മാമോദിസ നോക്കിയ ആളുകളൊക്കെ മാർത്തോമ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു വന്നു. AD 37 പത്രോസ് അന്ത്യോക്യയിൽ സിംഹാസനം സ്ഥാപിച്ചു. തോമാസ് ലിയായ്ക്ക് അറിയാമായിരുന്നു പത്രോസ് ലിയായ്ക്ക് മാത്രമേ മെത്രാനെ വഴിക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വഴിക്കായിരുന്നു. അദ്ദേഹം പെരുഷയിൽ സുവിശേഷം അറിയിച്ചു, എഡായസായിൽ അറിയിച്ചു. അവിടെ ഒന്നും ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു മെത്രാനെയും തോമാസ് ലിയ അയച്ചിട്ടില്ല. ഒരു പരമാർത്ഥമാണ്. AD 37 പത്രോസ് ലിയ സ്ഥാപിച്ച സിംഹാസനം AD 325 നിക്യാ സുന്നോദോസിൽ വെച്ച് ആ സിംഹാസനത്തിൻ്റെ ലോകത്തിൻ്റെ 4 ദിക്കുകളനുസരിച്ച് 4ആയിട്ട് ഭാഗിക്കുകയാണ്. പത്രോസിൻ്റെ സിംഹാസനത്തെ 4ആയി ഭാഗിച്ചു. പടിഞ്ഞാറ് റോമ, കിഴക്ക് അന്ത്യോക്യ, തെക്ക് അലക്സാന്ദ്രിയ, വടക്ക് കുസ്തന്തീനോപ്പൊലിസ്. കുസ്തന്തീനോപ്പൊലിസ് ഇത്തിരി വയ്യ വന്ന് റോമയിൽ നിന്നും ചക്രവർത്തിയുടെ തലസ്ഥാനം കുസ്തന്തീനോപ്പൊലിസിലേക്ക് മാറ്റിയതുകൊണ്ട് അതിനൊരു സിംഹാസന സ്ഥാനം കൊടുത്തു. അല്ലെങ്കിൽ അവിടെ ഒരു സിംഹാസനം പത്രോസിൻ്റെ സ്ഥാപിച്ചു. ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തെ നിക്യാ സുന്നോദോസ് ഉറപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഭരണം ഉണ്ടായിരുന്നില്ല എന്നല്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും
അധികാരം പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിന് മാത്രമാണെന്ന്. പിന്നെ അദ്ദേഹം പറയുന്ന ആദ്യകാലം മുതൽ ഇവിടെ കത്തോലിക്ക സഭയാണ്, റോമൻ ഭരണമാണ് നിലനിന്നിരുന്നതെന്ന് പറഞ്ഞാൽ എന്താ അതിന് മറുപടി പറയുന്നത്? ഇതേ വിശ്വാസ പ്രമാണത്തെ ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവുമായ സഭ എന്ന് പറയുന്നുണ്ട്. കാതോലികം കത്തോലിക്ക എന്ന വാക്കാണ്. യാക്കോബക്കാർ അതിനെ വളച്ചൊടിച്ച് യൂണിവേഴ്സൽ എന്നാക്കി മാറ്റി. ഈ കത്തോലിക്ക കാതോലിക എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. യഹൂദരെയും ശബര്യരെയും പുറജാതികളെയും ഗ്രീക്കുകാരെയും ഈജിപ്തായ അലക്സാണ്ട്രിയ, അന്ത്യോക്യ, റോമ, പേർഷ്യ എല്ലാ രാജ്യങ്ങളിലെയും ആളുകളെ ഉൾക്കൊള്ളുന്ന സഭ, സ്വീകരിക്കുന്ന സഭ. ആരാ സഭയിലേക്ക് അംഗമാണെന്ന് ആഗ്രഹിച്ചാൽ അവരൊക്കെ സ്വീകരിക്കും. അതാണ് യൂണിവേഴ്സൽ കാതോലികം. ഉണ്ട്. റോമൻ സഭയുടെ ഒരു ബ്രാഞ്ച് അമേരിക്കയിലുണ്ട്, ഒരു ബ്രാഞ്ച് യൂറോപ്പിലുണ്ട്, ഒരു ബ്രാഞ്ച് കുവൈറ്റിലുണ്ട്, ഒരു ബ്രാഞ്ച് ഫ്രാൻസിലുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതല്ല കാതോലികം. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സഭയാണ് കാതോലികം. അതിന് കാതോലികത്തിനാണ് കത്തോലിക്ക എന്ന് പറഞ്ഞത്. കത്തോലിക്ക എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിൻ്റെ അർത്ഥം ഇതാണ്. പിന്നെ അവർ പറഞ്ഞത് കത്തോലിക്ക സഭ എന്നായി. ഈ 4 സിംഹാസനവും റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്തിരുന്നു. റോമ സാമ്രാജ്യം വലിയ സാമ്രാജ്യമാണ്. പേർഷ്യ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും എപ്പോഴും വഴക്കാണ്. അങ്ങോട്ടും കൂടെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, അതിനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കുകയാണ് 325 ഈ വിഭജനം ഉണ്ടായത്. പിന്നെ ഇവിടെ എങ്ങനെയാ അച്ചോ ഈ കത്തോലിക്ക സഭ, റോമൻ സഭ? അന്ന് 451 വരെ ഇവിടെ ഒരു സഭയുള്ളൂ വെച്ചു, മാർത്തോമാ ക്രിസ്ത്യാനികൾ ആണത്. ഒറ്റ സഭ, വേറെ പല സഭകളായിട്ട് അന്ന് വിഭജിക്കപ്പെട്ടിട്ടില്ല. 325 സഭയല്ല ഭാഗിച്ച്, സിംഹാസനത്തെ 4ആയിട്ട് ഭാഗിച്ചു. ഇന്ത്യയും പേർഷ്യൊക്കെ ഈ അന്ത്യോക്യയുടെ കിഴക്കിൽപ്പെടും. ഇപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ അന്ന് കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന, അന്ന് കത്തോലിക്ക സഭയിൽ യാക്കോബായ സഭ ഒരു സഭയില്ല. AD 325 ഉണ്ടായത് സിറിയക് ഓർത്തഡോക്സ് സഭ, അലക്സാണ്ട്രിയൻ സഭ, അർമേനിയൻ സഭ, റോമ സഭ, ഈസ്റ്റ് കിഴക്കിൻ്റെ സഭ ആണ് കുസ്തുനോപോലിസിൽ പെടുന്നത്. അങ്ങനെയുള്ള സഭകൾ ഈ പത്രോസിൻ്റെ സിംഹാസനത്തെ വായിച്ചതാണ്. അതാണ് അപ്പസ്തോലികമാകുന്നത്, അല്ലെങ്കിൽ അപ്പസ്തോലികമാകില്ല. അച്ഛൻ പറയുന്നത് അച്ഛൻ ഈ 450 കൽക്കീദോസ് സുനോസിൻ്റെ കാര്യം അച്ഛൻ അറിയില്ല. സിറിയക് ഓർത്തഡോക്സ് സഭ അതാണ് അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള സഭ. അലക്സാന്ദ്രിയൻ സഭ അലക്സാന്ദ്രിയൻ പാത്രിയാർക്കീസിൻ്റെ അലക്സാന്ദ്രിയൻ ഓർത്തഡോക്സ് സഭ. പിന്നെ അന്ന് ഈ കുത്തായ സഭയും അതായത് എത്യോപ്യൻ സഭയും എരിത്രിയൻ സഭകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ വേറെ തിരിഞ്ഞു പോയി. ആ ഭാഗം നമ്മുടെ ചിന്ത വിഷയമല്ല. 481 കൽക്കീദോൻ സുന്നോദോസ് കൂടി. അപ്പം അന്ത്യോക്യ നിക്യ, കുസ്തന്തീനോപ്പൊലിസ്, എഫേസസ് ഈ 3 പൊതു സുന്നോദോസിൽ വെച്ചാണ് നൈസിൻ ക്രീഡ്, അതായത് വിശ്വാസ പ്രമാണം രൂപീകൃതമായത്. നിക്യ വിശ്വാസ പ്രമാണം എന്നതിന് പേര്. അതാണ് ഇന്നും ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു മാറ്റം വരുത്തിയതല്ലത്. പക്ഷെ നിങ്ങൾ പലതും മാറ്റം വരുത്തുന്നുണ്ട്, ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ നിക്യ സുന്നോദോസിലും കുസ്തന്തീനോപ്പൊലിസ് സുന്നോദോസിലും
എഫേസസിലും റോമാ പോപ്പ വരികയോ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പ്രതീതികൾ ഒന്ന് രണ്ട് സുന്നോസിൽ വന്നിരുന്നു. 3 തികച്ചു വന്നില്ല. മറിയാമിൻ്റെ നിത്യകന്യാത്വമൊക്കെ അവിടെ വെച്ച് സ്ഥാപിക്കപ്പെട്ടതാണ്. ദൈവമാതാവാണെന്നൊക്കെ തീരുമാനിച്ചത് അങ്ങനെയാണ്. നെസോറിയൻ വേദ ഉപദേശത്തെ ശപിച്ച് തള്ളിയതുമാണ്. പക്ഷെ 451 റോമൻ പോപ്പ് മാർപ്പാപ്പ കൽക്കി തോന്നിൽ സിനോദസ് വിളിച്ചു കൂടിയിട്ട് യേശുവിൽ ഒരാളും 2 സ്വഭാവം ഉണ്ടെന്നുള്ള അവിശ്വാസം പഠിപ്പിക്കാൻ തുടങ്ങി. നിക്കാസനോസ് മുതലായ 3 പൊതുസനോസ് പറഞ്ഞത് യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് ഒരാളും ഒരു സ്വഭാവവും, അങ്ങനെയാണെന്ന് തീരുമാനമെടുത്തത്. എന്നാൽ അത് റോമൻ പബ്ലിക്ക് അത്ര പറ്റിയില്ല. അദ്ദേഹം ഒരാളും 2 സ്വഭാവം, അതായത് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും യേശുവിൽ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പഠിപ്പിച്ചു. അതൊരു ദുരുപദേശമാണ്. അതിനെപ്പറ്റി ഒന്നും വെച്ചാൽ പറയേണ്ടത്. അപ്പം 451 തന്നെ സിറിയക്ക് ഓർത്തഡോക്സ് സഭയും റോമൻ സഭയും തമ്മിൽ വേർപിരിഞ്ഞ മാതിരിയായി അത് കേരളത്തിൽ പ്രതിഫലിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേർഷ്യയിലെ മെത്രാന്മാരെ അന്ത്യോക്യ സുഭാസനത്തിൽ അന്ത്യോക്യ പാത്രിയർക്കീസ് അയച്ചാണ് പേർഷ്യയിലെ മെത്രാന്മാർ. അവർ പിന്നെ നെസ്തോറിയൻസായി. അതുകൊണ്ട് കുറേ കഴിഞ്ഞപ്പോൾ നിന്നുപോയി. പിന്നെ അതിപ്പോൾ സെലൂഷ്യയിലാണ് ആ സുഭാസനമായിട്ട്. പിന്നെയാണ് അത് നമ്മുടെ തിഗ്രിസിലേക്ക് മാറ്റുന്നത്. അതൊക്കെ മുൻ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെ വിശദീകരിക്കുന്നില്ല. അച്ഛൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 451 തന്നെ സഭയിൽ പിന്നിപ്പോകുന്നു. നിങ്ങളാണ് സഭയിൽ നിന്ന് മാറിപ്പോയത്. മനസ്സിലാവുള്ളൂ. സിറിയക്ക് ഓർത്തഡോക്സ് സഭ അന്ത്യോക്യയുടെ കീഴിലാണ്. 451 നമ്മുടെ വിശ്വാസത്തെ നിങ്ങൾ എതിർത്ത് വേറെ സഭയായി നിങ്ങൾ മാറിപ്പോയി. അവിടെ മുതൽ നിങ്ങൾ പുത്തൻ കൂറ്റുകാരാണ്, ഞങ്ങളാണ് പഴയ കൂറ്റുകാർ. അത് മനസ്സിലാക്കാം. അത് പിന്നെ പറയാം. പിന്നെ അച്ഛൻ പറഞ്ഞത് പേർഷ്യയിൽ നിന്നും മാർ അബ്രഹാം മെത്രാപ്പോലീത്ത, ഒരു കൽദായ മെത്രാപ്പോലീത്ത ഇവിടെ വന്ന് ഭരിച്ചിരുന്നു എന്നാണ്. എന്നാണെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയാൻ വയ്യ. അബ്രഹാം മെത്രാപ്പോലീത്ത എന്നാണ് കേരളത്തിൽ അല്ലെങ്കിൽ അങ്കമാലിയിൽ വന്നു ചേർന്നത്? 16-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലാണ് ഇന്ത്യയിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ആധ്യാത്മിക നേതൃത്വം വഹിച്ചത്. മാർ അബ്രഹാം എന്ന കൽദായ മെത്രാപ്പൊലീത്തയാണെന്നാണ് പറയുന്നത്. കൽദായ മെത്രാപ്പൊലീത്ത നമുക്കറിയാം, നെസ്തോറിയൻ ഭാഗക്കാരൻ. യേശുവിലെ 2 ആളും 2 സ്വഭാവം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് റോമാസഭയോട് ചേർന്ന് അതിൽ നിന്ന് വിഭിന്നമായി വേർതിരിഞ്ഞ് നിൽക്കുന്നത്. ആദ്യം റോമാസഭയോട് ചേർന്ന് നിന്നവർ കുറേ ആളുകൾ ഇങ്ങോട്ട് മാറി കൽദായ സഭയുണ്ടായി. 16-ാം നൂറ്റാണ്ടിലാണ് ആ സഭ ഉണ്ടായത് തന്നെ. 16-ാം നൂറ്റാണ്ടിലാണ് അബ്രഹാം മെത്രാൻ ഈ കേരളത്തിൽ അല്ലെങ്കിൽ അങ്കമാലിയിൽ വരുന്നത്. അതിനെപ്പറ്റി ഒരുപാട് കൂടുതൽ പറയാനില്ല. അദ്ദേഹം ഒരു കത്തോലിക്ക മെത്രാൻ ആയിരുന്നില്ലെന്നും ഇന്ത്യയിൽ തുടരുന്നതിന് വേണ്ടി കത്തോലിക്കനായി നടിക്കുകയായിരുന്നു എന്നും വാദിച്ചവരുണ്ട്. എന്നാൽ മാർ അബ്രഹാം മാർപ്പാപ്പയെ അംഗീകരിച്ച കൽദായ സഭയിൽ നിന്ന് വന്ന ഒരു കത്തോലിക്ക മെത്രാനായിരുന്നു എന്നതിന് വത്തിക്കാൻ ദേവാലയത്തിൽ രേഖകളുണ്ട്.
കൽതായ സഭയിൽ നിന്ന് വന്ന ഒരു കത്തോലിക്ക മെത്രാൻ. നേരത്തെ പറഞ്ഞ കത്തോലിക്കന്ന് വേറെ തന്നെയാണ് കൽതായ സഭയുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വന്നിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം മെത്രാപ്പൊലീത്തയായിട്ട് പറയാം. മാർ സുലോക്ക അതിന് മുമ്പ് പറയുന്നുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മാർ സുലോക്കായുടെ കാലശേഷം കൽതായ കത്തോലിക്ക പാത്രിയാർക്കീസായ മോർ അബ്ദീഷോയാണ് 1562 മോർ അബ്രാഹത്തിന് മെത്രാൻ പട്ടം നൽകുന്നത്. 1562 മോർ അബ്രാഹത്തിന് മെത്രാൻ പട്ടം നൽകുന്നത്. ഇത് നിങ്ങളുടെ സഭയിൽ തന്നെ പറയണോ? അതിലൊരു പുസ്തകമോ? മോർ അബ്രാഹാമും സെൻറ്റ് ഹോർമീസ് ദേവാലയവും. അതിൻ്റെ എഡിറ്റർ ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛനാണ്. അപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഈ കോട്ട് ചെയ്യുന്നത്. 1562 അദ്ദേഹം മെത്രാനായത്. അതിനുശേഷമാണ് ഇവിടെ വരുന്നത്. അതിന് ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മുൻ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. എങ്ങനെയായാലും അദ്ദേഹം മങ്ങാലിയിൽ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി വന്നു ചേർന്നു. യാക്കോബക്കാർക്ക് ഒരു മെത്രാപ്പൊലീത്ത കിട്ടാതെ അവർ വിഷമിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. AD 345 325 നിക്കാസ് ഒരു ദിവസം കൂടി. AD 345 ക്നായത്തൊമ്പൻ്റെ നേതൃത്വത്തിൽ ക്നാനായക്കാർ ഇന്ത്യയിലേക്ക് വന്നത്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? ക്നാനായക്കാരെ അന്നത്തെ അന്ത്യോക്യ പത്രിയർക്കീസാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ അതിൽ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇനി പറയുന്നില്ല. അന്ത്യോക്യ പത്രിയർക്കീസാണ്. ക്നായത്തൊമ്പൻ വലിയ ധനാഢ്യനായിരുന്നു, വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെലവിലാണ് 72 കുടുംബങ്ങളിൽ നിന്നായി 400 കുടുംബക്കാർ ഇവിടെ വന്നു ചേർന്നത് കേരളത്തിൽ. അന്നത്തെ ഭരണാധികാരിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ആദരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിച്ചു. അവർക്ക് താമസിക്കുന്നതിന് തെക്കും ഭാഗത്ത് സ്ഥലവും കൊടുത്തു. ശരവൻ പെരുമാൾ ചെപ്പേടുകൾ നായത്തപ്പന് കൊടുത്തു. അങ്ങനെ ക്രിസ്ത്യാനികൾ നല്ലൊരു പദവി അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ത്യോക്യ പത്രിയർക്കീസ് അയച്ച മെത്രാന്മാർ 2 മെത്രാനും കുറച്ച് അച്ഛന്മാരാണ് വന്നത്. ആ മെത്രാന്മാരാണ് പിന്നെ ഇവിടെ അച്ഛന്മാർക്ക് പട്ടം കൊടുത്തതും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയതും. അന്ന് ഇവിടെ ഒരു കത്തോലിക്ക മെത്രാൻ ചോദിച്ചു, അച്ഛനൊന്നും മനസ്സിലാക്കണ്ടേ? അതിനു മുമ്പ് അന്ത്യോക്യയിൽ നിന്ന് മെത്രാന്മാർ ഇവിടെ വന്നിട്ടുണ്ടാകാം, പക്ഷെ വന്നിട്ടില്ലായിരിക്കാം. അതിന് പ്രത്യേക രേഖകളില്ല, അതുകൊണ്ട് അതിനകത്തേക്ക് പോകുന്നില്ല. 325 മുതൽ അന്ത്യോക്യ പത്രിയർക്കീസിൻ്റെ അധികാരം ഉറപ്പിച്ചു ഇവിടെ. അതിനുശേഷം മെത്രാന്മാർ വന്നിട്ടുണ്ടാകും, അതിനും രേഖകൾ നമുക്ക് കിട്ടുന്നില്ല. 1577 അബ്രഹാം ഈ അങ്കമാലി കിഴക്കേ പള്ളി പുതുക്കി പണിയുന്നു. 1577 പുതുക്കി പണിയുന്നതാണോ, സ്വീകരിച്ചതാണോ, സ്ഥാപിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അങ്ങനെയാണ് വായിച്ചത്. ഇങ്ങനെയില്ലാവട്ടെ. 1577 അദ്ദേഹം കിഴക്കേ പള്ളി സ്ഥാപിക്കുന്നു. അങ്ങനെ ഭരിച്ചു വരവെയാണ് അതിനും ഒരു കാര്യം കൂടെ പറയണം. AD 822 അന്ത്യോക്യ പത്രിയർക്കീസ് വായിച്ച അവർ ഷാവറത്തും അവർ അഫറത്തും പേരുള്ള 2 മെത്രാപ്പൊലീത്തന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. സാപ്പറീശോ എന്ന വ്യാപാര പ്രമുഖൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വന്നത്. അവർ ഇവിടെ വന്ന് അങ്കവാലിക്കടുത്ത് അകപ്പറമ്പ് പള്ളി സ്ഥാപിച്ചു, ഉദയംപേരൂർ പള്ളി സ്ഥാപിച്ചു, കായംകുളം പള്ളി സ്ഥാപിച്ചു, കടുത്തുരുത്തി പള്ളി സ്ഥാപിച്ചു. ഈ ഉദയംപേരൂർ സിനോദോസിനെ നിങ്ങൾ അംഗീകരിക്കണമല്ലോ. ആ പള്ളി സ്ഥാപിച്ചത് ആരാണെന്ന് അച്ഛനറിയാമോ? ഈ ഷാബർ ഒബ്രോധ പിതാക്കന്മാരാണ്. അതിലൊരാളവിടെ കബറടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു.
അച്ഛനത് അന്വേഷിച്ചാൽ അറിയാം. അത് 822 അവർ വന്നു കൊല്ലത്ത് വന്നിറങ്ങി. ഒന്ന് കൊല്ലപ്പെട്ടതും അതിനു മുമ്പുള്ളവർ തീ വെച്ച് നശിപ്പിക്കുകയായിരുന്നു. ആ കൊല്ലപ്പെട്ടതൊക്കെ പുതുക്കപ്പെടുന്നു. കൊല്ലവർഷം ആരംഭിക്കുന്നതും അവരുടെ കാലത്താണ്. അതൊക്കെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. അവരാണ് ആകപ്പുറം പള്ളി സ്ഥാപിച്ചത്. പിന്നെ ഈ 3-4 പള്ളികൾ, വേറെ പല പള്ളികളും സ്ഥാപിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല. അവരും പട്ടം കൊടുത്തത് ഈ അന്ത്യോക്യ പാത്രിയർക്കീസിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായ അന്ത്യോക്യ വിശ്വാസികൾക്കാണ്, സിറിയക്ക് ഓർത്തഡോക്സ് സഭകൾക്കാണ്. അന്നവരെ ഒരു കത്തോലിക്കനും ഒരു ദസ്തൂരയിനും ഇവിടെ ഇല്ല ചൂട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം അച്ഛൻ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. അത് എന്നാ സംഭവിച്ചിരുന്നു. അച്ഛൻ യാക്കോബ് പ്രധാനിയെ പറ്റി പറഞ്ഞല്ലോ. യാക്കോബ് പ്രധാനിയാണ് കാരണമാണ് യാക്കോബായക്കാരെന്ന പേര് വരാൻ തന്നെ കാരണം. യാക്കോബ് പ്രധാന, ഞാനതൊന്ന് വായിക്കാം. ഇത് ഞാൻ എഴുതിയ പുസ്തകം, പ്രജാപതിയാകത്തുള്ള. അതിനകത്ത് സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ എന്ന് വിശേഷിപ്പിക്കുന്ന യാക്കോബ് പ്രധാനിയെ അനുഗമിച്ചവരുടെ നടത്തത്തിലാണ് കത്തോലിക്കരും ഇരു സ്വഭാവവാദികളായ ഗ്രീക്ക് ഓർത്തഡോക്സുകാരും ഞങ്ങളെ യാക്കോബായക്കാരെന്ന് പേര് വിളിച്ച് ആക്ഷേപിച്ചത്. അവർ യാക്കോബ് പ്രധാനിയുടെ ആളാണ് എന്ന് ഇരു സ്വഭാവവാദികളായ ഓർത്തഡോക്സുകാരും കത്തോലിക്കരും എന്നാ പിന്നെ ഉണ്ടായ സംഭവമാണത്, ഞങ്ങളെ ആക്ഷേപിച്ചത്. സമ്പത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് തുകൽ പോലെ തോന്നിക്കുന്നതും കീറി തുന്നിയതുമായ വേഷം ധരിച്ച് നടന്നവനാകയാലാണ് ബുർദോനോ എന്ന അദ്ദേഹം വിളിക്കപ്പെട്ടത്. 542 മെത്രാനായി, പിന്നെ പാത്രിയർക്കീസായി, 2 കോറപ്പിസ്റ്റന്മാരായ സഹചാരികളോടൊപ്പം സഞ്ചരിച്ച് സഭയിലാകുവാനും മെത്രാന്മാരെയും പട്ടക്കാരെയും വായിച്ചു. 578 കാലം ചെയ്തു. അന്ന് കേരളത്തിലെ കത്തോലിക്കരല്ല, പുറമേയുള്ളവർ യാക്കോബക്കാരാണ് അവർ എന്ന് പറഞ്ഞ് ഞങ്ങൾ പരിഹസിച്ചു. കാരണം യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്നു എന്ന് തന്നെ ഉള്ളത് യാക്കോബ് പ്രധാന ശക്തമായി പഠിപ്പിച്ചു. അലക്സാന്ദ്രിയയിലെ കൂറിലോസും അന്ത്യോക്യയിലെ സേവേറിയോസും അതിനുവേണ്ടി ഒരുമിച്ച് നിന്ന് പടപൊരുതി. തന്മൂലം സേവേറിയോസിന് അന്ത്യോക്യയിൽ നിന്നും പുറത്ത് പോകേണ്ടി വന്നു. നാട് കടത്തപ്പെട്ടു. രാജ്ഞിക്ക് വിവരം കഴിച്ചിട്ട് രാജ്ഞി അദ്ദേഹത്തെ വിവരം അറിയിക്കുക, ചക്രവർത്തിയുടെ ഭാര്യയാണ്, രക്ഷപ്പെട്ടുകൊള്ളണം, അല്ലെങ്കിൽ നാക്ക് കണ്ടിച്ച് കളയും, പല ഉത്തരവുകളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതേവിടെ നിന്ന് ആ രാത്രി തന്നെ വെള്ളത്തിൽ കയറി ഈജിപ്തിലേക്ക് പോയി, അലക്സാന്ദ്രിയയിലേക്ക്. അവിടെയുള്ള പാത്രിയർക്കീസ് നമ്മുടെ ആളുകൾക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചു. കാരണം ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. അലക്സാന്ദ്രിയയിലെ കൂറുലോസാണ് ഇതിൻ്റെ മുൻകൈ എടുത്തത്. അവിടെ വെച്ച് യാക്കോബ് പ്രധാനെ വാഴിക്കുന്നു. അന്ത്യോക്യ പാത്രിയർക്കീസായിട്ട് അദ്ദേഹം വാഴിച്ചു. ഈ നാട് കടത്തപ്പെട്ട സേവേറിയോസിൻ്റെയും മറ്റ് നമ്മുടെ വേറെ മെത്രാപ്പൊലീത്തന്മാരുടെയും സാന്നിധ്യത്തിലാണ് യാക്കോബ് പ്രധാന വാഴിക്കപ്പെട്ടത്. അതിപ്പോൾ അന്ത്യോക്യയിൽ നിന്ന് അങ്ങോട്ടും അലക്സാന്ദ്രിയയിൽ നിന്ന് ഇങ്ങോട്ടുമൊക്കെ പാത്രിയർക്കീസിനെ വാഴിച്ചാൽ ഒരു തടസ്സമില്ല. രണ്ടും ഒരു വിശ്വാസമാണ്. വിശ്വാസത്തിലോ ആചാരം ഇതിലും ഒരു മാറ്റമില്ല. പത്രോസിൻ്റെ ശിഷ്യനായിരുന്ന മർക്കോസിന് പട്ടം കൊടുത്താണ് അലക്സാണ്ട്രിയയിൽ അയച്ച് അവിടെ സുവിശേഷം പ്രസംഗിച്ചത്, അലക്സാണ്ട്രിയ സഭ ഉണ്ടാക്കിയത്. അതുകൊണ്ട് മർക്കോസിൻ്റെ സുഭാസനം എന്ന് അവർ പറയണില്ല, സുഭാസനം പത്രോസിൻ്റെ തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കണം. 562 യാക്കോബായ സഭ ഉണ്ട്. സിറിയക്ക് ഓർത്തഡോക്സ് സഭയെ യാക്കോബായ സഭയിൽ നിന്ന് ഗ്രീക്ക് ഓർത്തഡോക്സുകാരും കത്തോലിക്കരും, കത്തോലിക്കരും തോന്നുന്ന കേരളത്തിൽ കത്തോലിക്കരല്ല,
പുറമേയുള്ളവർ ആക്ഷേപിച്ച് വിളിച്ചു. അത് ഞങ്ങൾക്ക് സ്വീകാര്യമായി. ഞങ്ങൾ യാക്കോബക്കാർ അല്ലെങ്കിൽ യാക്കോബക്കാർ നടന്നായി. പഴയ രേഖകളിലൊക്കെ യാക്കോബക്കാരെന്ന് കാണും, കേരളത്തിലെ രേഖകളിൽ. ഇതൊന്നും അച്ഛനറിയാൻ പാടില്ല. അച്ഛനതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ല. പിന്നെ അകത്തുള്ള ബാബ ഇവിടെ വന്നത് ഏതോ ഒരു ബാബിലോണി മെത്രാൻ ഏതോ ഒരു മെത്ര വന്നു എന്ന് പറയുന്നുണ്ട്. കടലിൽ കെട്ടി താഴ്ത്തിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും വിവരമില്ല, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അകത്തുള്ള ബാബ അന്ത്യോക്യ പാത്രീസായിരുന്നു. അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന് ഇവിടെ ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് വന്ന ഈ പറകികൾ 1498 വന്നത്. പോർത്തുഗീസുകാരെ അവരിവിടെ വന്ന കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കാൻ തുടങ്ങി. ആളുകളെ മർദ്ദിച്ചും തല്ലിയും പല വിധത്തിൽ ഉപദ്രവിച്ചും കത്തോലിക്ക സഭയിലേക്ക് ചേർക്കാൻ നോക്കി. അതായത് പോപ്പിൻ്റെ കീഴിലേക്ക് ആക്കാൻ നോക്കി. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മെനസിസ് മെത്രാൻ ഒന്ന് 1599 ഉദയംപേരൂർ വെച്ച് സുന്നോദോസ് കൂടി. നേരത്തെ പറഞ്ഞു ആ പള്ളി സ്ഥാപിച്ചത് അന്ത്യോക്യ പാത്രീസ് അയച്ച മാർ ഷാബോർ മാർ അഫ്രോത്ത് മെത്രാന്മാരിൽ ഒരാളാണ്. അതിൻ്റെ അവിടുത്തെ പഴയ കല്ലറയിലെ ലിഖിതമുണ്ടെങ്കിലും ഇപ്പം അറിയാം. അപ്പം അന്ന് അകത്തുള്ള ബാബയെ കെട്ടിത്തൂക്കി. അകത്തുള്ള ബാബ ഇവിടെ വന്നറിഞ്ഞ് മൈലാപ്പൂരിലെ മാർത്തോമാ ശ്ലീഹായുടെ കബറിടം സന്ദർശിക്കാൻ പോയ 2 ഷമാശന്മാർ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ഭാഗ്യം കിട്ടി. ഇവിടുത്തെ അദ്ദേഹം ആരാമായ ഭാഷ സംസാരിക്കുന്നു, അല്ലെങ്കിൽ സുറിയാനും സംസാരിക്കുന്നു. ഇവരും സുറിയാനും സംസാരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ബാബ കൽപ്പിച്ചു, എൻ്റെ അവിടത്തേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. അവരെന്നോട് അവിടെ മലങ്കരയിൽ കാലുകുത്താൻ സമ്മതിക്കുന്നു ഒന്നല്ല. അതുകൊണ്ട് ബാബ ഒരു കൽപ്പന കൊടുത്തു വിട്ടു, നിങ്ങൾ 12 അച്ഛന്മാർ ചേർന്ന് ഒരു ആർച്ച് ഡീക്കനെ വാഴിക്കും ഭരണാധികാരത്തിന്. അതേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ബാബയുടെ കൽപ്പന വാങ്ങിച്ചുകൊണ്ട് അവരിവിടെ വന്നാണ്. അപ്പോഴേക്കും ബാബായി കെട്ടിത്താഴ്ത്തി അവർ കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി ഒന്നളഞ്ഞു. അപ്പോൾ ഇവിടെ ഭരിക്കാൻ ആളില്ലല്ലോ. അങ്ങനെയാണ് ആർച്ച് ഡീക്കൻ അർക്കതിയാക്കാനുണ്ടാകുന്നു. 12 ഈ ബാബയുടെ കൽപ്പന അനുസരിച്ച് 12 അച്ഛന്മാർ ചേർന്ന് ഒരു ആർച്ച് ഡീക്കനെ, മെത്രാൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മെത്രാൻ്റെ സ്ഥാനത്ത് നിന്ന പോലെ ഭരണം നടത്താൻ ഒരാൾ വേണം. അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. ആലങ്കാട് പള്ളിയിൽ വെച്ച് നമുക്ക് പറ്റിയ ഒരു അബദ്ധം എന്നൊക്കെ പറയാൻ ഒരു കാര്യമില്ല ചെയ്തു. അങ്ങനെയാണ് 1653 ഈ കൂനംകുരിശ് സദ്യം ഉണ്ടാകുന്നത്. 1653 1599 കുറേ പേരെ കത്തോലിക്കരായിട്ട് പിടിച്ചെടുത്തവർ. പക്ഷെ അങ്കമാലി, അകപ്പറമ്പ് അല്ലെങ്കിൽ അങ്ങനെ പല പള്ളികളിൽ നിന്നും ആളുകൾ സുന്നോദം സംബന്ധിച്ചെങ്കിലും അവർ മിനിറ്റ്സിൽ ഒപ്പിടാതെ രക്ഷപ്പെട്ടു പോന്നു. ചിലരെ തല്ലി പേടിപ്പിച്ചൊക്കെ ചിലരെ കൊണ്ട് ഒപ്പിടിച്ചു, ചിലർ ഒരു കണക്കിന് അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. ഒപ്പിട്ടാലും ഞങ്ങൾ അംഗീകരിക്കില്ലെന്നു. അപ്പോഴേക്കാണ് ഈ ബാബ വരുന്നുണ്ടല്ലോ കണ്ട് പിന്നെ സന്തോഷമായി. ബാബയെ സ്വീകരിക്കാനായിട്ട് ഒരുക്കൾ നടക്കുക വേണം. ബാബയെ കടലിൽ കെട്ടി താഴ്ത്തിയെന്ന് അറിയുന്നു. വേഗം അവരെ കൂനം കുരിശിൽ കൂടി കുരിശിൽ ആലാത്ത് കെട്ടി. അന്ന് ആഞ്ഞിലിമുട്ടിൽ ഇറ്റിത്തൊപ്പൻ കനാനായിക്കാരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൂനം കുരിശ് സത്യം നടന്നത്. ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ഉള്ളിടത്തോളം കാലം റോമാ പാപ്പായുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത്. അല്ലാണ്ട് അച്ഛൻ പറഞ്ഞ മാതിരി വേറെ വിദേശികളത്തല്ല പറയാം, റോമാ പാപ്പായുമായി, ഈ പറങ്കികളുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല, ഞങ്ങൾ അന്ത്യോക്യ മഹാനഗരത്തെ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ മാതിരി അല്ലേ അച്ഛൻ, ഇതാണ് സംഭവം ഉണ്ടായത്.
അച്ഛൻ ആ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടു. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1562 അബ്രഹാം മരുന്നത്. ഇത് കൽദായ മെത്രാപ്പൊലീത്തയാണ്. ഞങ്ങളാരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. ആദ്യം കുറേയൊക്കെ അംഗീകരിക്കണമെന്ന്, കാരണം വേറെ ആരും ഞങ്ങളുടെ സഭയിൽ ഇല്ലാത്തത് കൊണ്ട് പള്ളികളിൽ കയറി കുർബാന അല്ലാതെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. സുവിശേഷ പ്രസംഗിച്ചിട്ട് അങ്ങനെയുള്ള ചില ഒരു വിട്ടുവീഴ്ച ചെയ്തു. അത് മുൻ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് അച്ഛൻ മനസ്സിലാകും. ഇങ്ങനെയൊക്കെ ഇരിക്കെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെച്ചു 6-ാം നൂറ്റാണ്ടില്ല, 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യാക്കോബ് പ്രധാന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ യാക്കോബക്കാരുണ്ടാകും. ഇവിടെ 1653 കോനംകുരിശ് സത്യത്തിൽ എല്ലാവരും ആലാത്ത് കെട്ടി പിടിച്ച് സത്യം ചെയ്തു. ഈ പറങ്കികളെയും അവരുടെ മെത്രാനെയും അവരുടെ മതത്തെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ സ്വീകരിച്ചവരെ പുറത്ത് തള്ളിക്കളഞ്ഞു. അവരാണ് കുറ്റക്കാർ, ഞങ്ങൾ പഴയ കുറ്റക്കാരാണ്. ഞങ്ങൾ ആ പഴയ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു. അങ്ങനെ 1599 ഉദയംപേരൂർ സുന്നോദോസിന് ശേഷം മാത്രമാണ് അച്ചോ ഇവിടെ കത്തോലിക്കരുണ്ടായത്. അതിനും അബ്രഹാം അൽബാൻ വന്ന് ചിലരൊക്കെ കൽദായ മെത്രാൻ വന്ന് കത്തോലിക്കരാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും കാര്യമായി വിജയം കിട്ടിയില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം 400 കൊല്ലം മുമ്പ് മാത്രമേ ഇവിടെ യാക്കോബായ സഭ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാലൊന്നും അതൊന്നും വിലപ്പോയിലച്ചു. പിന്നെ AD 325 മുതലായ സുന്നോദോസിലെ 3 പൊതു സുന്നോദോസിലെ തീരുമാനങ്ങളിൽ നിന്നും അണിവിട പോലും വ്യതിരിക്കാത്ത ഒരു സഭയാണ് വെച്ചോ കേരളത്തിലെ സിറിയക്ക് ഓർത്തഡോക്സ് സഭ. അത് മനസ്സിലാക്കണം. നിങ്ങളെങ്ങനെയാണ് വിശ്വാസങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാട് പിതാവിൽ നിന്ന് മാത്രമാണെന്ന് യോഹന്നാൻ 15:26 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നത് 9-ാം ശതാബ്ദത്തിലായിട്ടാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്നാക്കി. അപ്പോൾ വിശുദ്ധ തൃത്വത്തെ തന്നെ നിങ്ങൾ അട്ടിമറിച്ചു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എല്ലാത്തിൻ്റെ ആധാരം പിതാവാണ്. പരിശുദ്ധ റൂഹ പുറപ്പെടുന്നതും വചനം ജനിക്കുന്നതും അല്ലെങ്കിൽ കർത്താവ് ജനിക്കുന്നതും പിതാവിൽ നിന്നാണ്. ഇവിടെ പരിശുദ്ധ റൂഹ പുറപ്പെടുന്നതും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു പറയുമ്പോൾ പുത്രൻ വേറെ ഒരു സോഴ്സായി, ആധാരമായി, സത്യത്തിൽ പുത്രൻ വേറെ ദൈവമായി. അപ്പോൾ അവിടെ തൃത്വത്തിൽ ഏകത്വം പോയി, ഏകത്വത്തിൽ തൃത്വവും പോയി. അത് വേദവരിന്ന് പഠിപ്പിച്ചു. ഇപ്പോഴും പല പള്ളികളിലും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് അതിനൊരു മാറ്റം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവനവൻ്റെ ഇടവമെത്രാപ്പൊലീത്തയ്ക്ക് അനുസരിച്ച് ആ വിശ്വാസം മാറ്റി പറയുമോ, പുത്രനിൽ നിന്നും ജനിച്ചു പറയൂ, അല്ലെങ്കിൽ പുത്രനിൽ നിന്നും ഹൈഫൺ ഇട്ടിട്ട് പിതാവിൽ നിന്നും ജനിച്ചു, ഇതൊക്കെ അവനവൻ്റെ സൗകര്യം പോലെ പറയാമെന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസം വെച്ചോ നിങ്ങൾക്ക്? ഇനി ഒരു സത്യം മനസ്സിലാക്കിയോ? ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് നിൽക്കുന്ന ഒരു യേശുവിന് മാത്രമേ സഭയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ദൈവവും മനുഷ്യനുമായവനാണ് ക്രൂശിൽ തൂങ്ങിയത്. പെന്തക്കോസ്തുകാർ പറയുന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മയല്ല അറിയാം, അവൾ നിത്യ തന്നെയാണ്. ഞാൻ പറയാം, അത് പിന്നെ പറയാം. അവർ പറഞ്ഞ യേശു ക്രിസ്തു മാത്രമാണ് മരിച്ചത്. ദൈവം മരിച്ചു എന്ന് എല്ലാവരും പറയണല്ല. ദൈവം മരിച്ചാൽ രക്ഷയില്ല, മനുഷ്യൻ മാത്രം മരിച്ചാൽ രക്ഷയില്ല. ദൈവവും മനുഷ്യനുമായവൻ മരിച്ചെങ്കിൽ മാത്രമേ, അതും ദൈവവും മനുഷ്യനുമായവൻ മരിച്ചെങ്കിൽ മാത്രമേ, ഒരിക്കലും വേർപിരിയാത്ത വിധത്തിൽ ദൈവത്വവും മനുഷ്യത്വം യോജിച്ചിരിക്കുന്ന കർത്താവിന് മാത്രമേ, ആ സഭയ്ക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ അച്ഛന് വിരോധം തോന്നിക്കോ. ഞാൻ പറഞ്ഞ യാക്കോബായ സഭ അല്ലെങ്കിൽ സിറിയക്ക് ഓർത്തഡോക്സ് സഭയിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞത് തെറ്റാണ്. കത്തോലിക്ക സഭ അപ്പോസ്തലിക സഭയാണ്. പക്ഷേ ഈ സത്യത്തിൽ നിന്ന് അവർ വേർതിരിഞ്ഞു പോയി. 451 വേർതിരിഞ്ഞു. അതിൻ്റെ പ്രതിഫലനവും പ്രതികരണവും ഒക്കെ പിന്നെ ഈ 1653 കേരളത്തിൽ വന്നത്.
നിങ്ങളാണ് പുത്തകൂറ്റുകാർ, ഞങ്ങളാണ് പഴയ കൂറ്റുകാർ. യാക്കൂബ് താരയുടെ കാലം മുതലേ 578 അദ്ദേഹം കാലം ചെയ്ത ആ സമയം മുതൽ നിങ്ങളെ പുത്തൻകുറ്റുകാർ, ഞങ്ങൾ പഴയ കുറ്റുകാരാണ്. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ആളുകൾ വിവരിച്ചിട്ടുള്ളത്. നിങ്ങൾ 1854 മറിയ അമലോത്ഭയമാണെന്ന് പറഞ്ഞു. 1950 അവള് സ്വർഗാരോപിതയാണെന്ന് പറഞ്ഞു. അമലോത്ഭയമായിട്ട് എങ്ങനെ വെച്ചാൽ ഒരാൾ ജനിക്കണേ? ജനിച്ച ആൾ അപ്പം തന്നെയാണ് പരിശുദ്ധ റൂഹായാൽ അമലോത്ഭയമാക്കേണ്ട കാര്യം എന്താ? കൃപ ലഭിച്ചവളെ, ലൂക്കോസ് 1:28 കൃപ ലഭിച്ചവളെ അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളെ എന്ന് പിന്നെ വന്നു. കാരണം അല്പം കൃപയല്ല അവൾ കിട്ടിയത്, മുഴുവൻ കൃപയും കിട്ടിയത്. കൃപ ലഭിച്ചവളാണ് അവൾ, കൃപ നിറഞ്ഞവളാണ് അവൾ. കാരണം കർത്താവിൻ്റെ ദൈവത്തെ ഉദരത്തിൽ വഹിക്കണമെങ്കിൽ കൃപ നിറഞ്ഞവളായിരിക്കണം. അല്പം കൃപ വരച്ചു. പക്ഷെ നന്മ അറിഞ്ഞവളല്ല. ഞാൻ ഇതിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നന്മ അറിഞ്ഞ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ അമലോത്ഭവ സിദ്ധാന്തമൊക്കെ വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ആളുകളൊക്കെ മറിയാമിനെ സഹരക്ഷക എന്ന പദവിയിലേക്ക് ആളുകൾ ഉയർത്തണം. ചില മാർപ്പാപ്പമാരും അങ്ങനെ പയ്യെ അറിയാതെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈയിടെയായിട്ടുള്ള വിശ്വാസ തിരുസംഘം കൂടി ഒരു പ്രബോധന രേഖ ഉണ്ടാക്കി മാർപ്പാപ്പ ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. അത് പ്രൊട്ടസ്റ്റന്റുകാർക്ക് വലിയ ബന്ധുക്കസുകാർക്ക് അതൊക്കെ വലിയ സഹായമായിട്ടോ അവരതിൽ മുതലെടുക്കാൻ നോക്കണം. ഞങ്ങൾ ഇത് തന്നെയല്ലേ പറയണത്. എന്നുവെച്ചാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭയാണ് ഞങ്ങളുടെ. തൃത്വത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പുത്രനിൽ നിന്നും പുറപ്പെടുത്തുന്നതൊക്കെ പറയുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായൊരു സഭ ദുരുപദേശ സഭയാണ്. അത് പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ പറയുന്നത്. മർത്തോമ സഭകൾ അങ്ങനെയൊക്കെ പലരും പറയുന്നത്. കേന്ദ്രീകൃതമായ സഭയ്ക്ക് മാത്രമേ രക്ഷ നൽകാൻ സാധിക്കൂ. സഭയുണ്ടാക്കി ആർക്കും സഭയുണ്ടാക്കാൻ അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, ആർക്കും സഭയുണ്ടാക്കാം. ഞാനിക്കൊരു സഭയുണ്ടാക്കാം. അത് സഭയുണ്ടാക്കി അവർ പുതിയ ആശയങ്ങൾ പറഞ്ഞ് അവരെങ്ങനെയാണ് ജീവിച്ചു പോക്കോട്ടെ. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയത്തിരിയായി. ദൈവത്വവും മനുഷ്യത്വവും യോജിച്ച് നിൽക്കുന്ന ഒരു യേശുവിന് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കൂ, രക്ഷ നൽകാൻ സാധിക്കൂ. ആ സഭ യാക്കോബായ സഭ അല്ലെങ്കിൽ സിറിയക്ക് ഓർത്തഡോക്സ് സഭ മാത്രമാണ് ഞാൻ പറയുന്നില്ല. അലക്സാന്ദ്രിയൻ ഓർത്തഡോക്സ് ഉണ്ട്, അർമീനിയൻ ഓർത്തഡോക്സ് ഉണ്ട്. ഈ 3 സഭകൾ കൂടിയാണ് വിശ്വാസ പ്രവർത്തനം ഏകസഭ എന്ന് പറയുന്നത്. അത് അച്ഛനറിയാമോ? ഏകസഭ എങ്ങനെയുണ്ട്? ആ ഏകസഭയ്ക്ക് മാത്രമേ, സഭയിൽ മാത്രമേ രക്ഷയുള്ളൂ. അതാണ് കർത്താവ് സ്ഥാപിച്ച സഭ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.